ഇനിയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോയിഡ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഞാനിന്ന് വാട്സപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരുന്നത്. വാട്സപ്പ് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ മറ്റു ആപ്ലിക്കേഷൻ വാട്സപ്പ് പോലുള്ള മറ്റ് മെസ്സേജിങ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നവർക്കും ഈ ഒരു ആപ്ലിക്കേഷൻ കിടിലമായിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷനെ കുറിച്ചും അതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സിനെ കുറിച്ചും ഞാനിനി പറഞ്ഞു തരാം. ടെക്സ്റ്റ് ജനറേറ്റർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷന് 4.8 റേറ്റിംഗും നല്ലൊരു റിവ്യൂവും ഉള്ള ഒരു ആപ്ലിക്കേഷനാണിത്. 5000 ഡൗൺലോഡിംഗ് ആണെങ്കിൽ പോലും പുതിയൊരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. മറ്റ് ഫീച്ചേഴ്സുകൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനായിട്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭ്യമാവുക. ഇതിൽ കുറച്ച് പെർമിഷനുകൾ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. പെർമിഷനുകൾ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ടെംപ്ലേറ്റ്സുകൾ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷെയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. വാട്സപ്പിലും മറ്റുമൊക്കെ അയച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇമോജീസ് വേൾഡ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വാക്കാണോ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇമോജി ആയിട്ട് അത് വരുന്നതായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന്. ഞാനിപ്പോൾ ഹായ് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹായ് എന്ന ഇമോജി വെച്ച് വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇമോജി സ്റ്റൈൽ മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ മറ്റ് ഇമോജികൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന വാക്ക് മറ്റു ഇമോജികൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇമോജി ഉപയോഗിച്ച് നമുക്ക് എന്ത് വേൾഡ് വേണം, ഏത് വാക്ക് വേണമെന്നുണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. വാട്സപ്പിലും മറ്റുമൊക്കെ അയച്ചു കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കളർ വേണമെന്നെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. ബ്ലാക്ക്, വൈറ്റ് തുടങ്ങി ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റൈൽ എന്നൊരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആൽ ഇമോജീസ് പെർ ലെറ്റർ അത് തുടങ്ങി 1 ഇമോജീസ് പെർ ലെറ്റർ, ആൽ ഇമോജി പെർ ലെറ്റർ അങ്ങ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ലെറ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് വേണമെന്ന് ഈ ലെറ്റർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഷെയർ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ആസ് ഇമേജ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പിലും മറ്റുമൊക്കെ ഷെയർ ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സ്, ഇമോജീസ് വേൾഡ് ഈ രണ്ട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റൈലിഷ് ടെസ്റ്റ് എന്നുള്ളതാണ്. സ്റ്റൈലിഷ് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് വാക്കുമാണോ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഹായ് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഹായ് എന്ന് ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റൈലിഷ് ടെസ്റ്റുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഒരുപാട് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റുകൾ മറ്റുള്ളവർക്ക് അയക്കാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഷെയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പിലും മറ്റുമൊക്കെ ഷെയർ ചെയ്യുവാനും സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ടെക്സ്റ്റ് റിപ്പീറ്റർ എന്നൊരു ഓപ്ഷൻ കൂടി ഇതിലുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യമാണോ നിങ്ങൾ ടൈപ്പ് ചെയ്ത വാക്ക് റിപ്പീറ്റേഷൻ ചെയ്ത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. അതായത് ഞാൻ ജസ്റ്റ് ഹലോ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് ഹലോ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ലൈൻ ബൈ ലൈൻ ആണോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ടൈപ്പിലാണോ എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ലൈൻ ബൈ ലൈൻ ആണെങ്കിൽ നിങ്ങൾ ലൈൻ ബൈ ലൈൻ ചെയ്യുക, ന്യൂ ലൈൻ രീതിയിൽ തന്നെ ചെയ്യുക. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ റിപ്പീറ്റേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്കത് എത്ര വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 1000 വരെ ആണെങ്കിൽ 1000 സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ 10,000 ആണെങ്കിൽ 10,000 പറ്റില്ലെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് 1000 വരെ സെലക്ട് ചെയ്യാൻ സാധിക്കും. 1000 വരെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുവാൻ സാധിക്കും. ഇതുപോലെ ടെക്സ്റ്റ് റിപ്പീറ്റർ എന്നുള്ള ഫീച്ചർ ഉപയോഗിച്ച്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും ഇവിടെ വാട്സപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വാട്സപ്പ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് അയക്കാം. ഷെയർ കോപ്പി വേണമെങ്കിൽ കോപ്പി ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഷെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മറ്റു മെസ്സഞ്ചറുകൾ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു ഇതിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ബ്ലാങ്ക് ടെസ്റ്റ് എന്നാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബ്ലാങ്ക് ടെസ്റ്റ്. നിങ്ങൾക്ക് ബ്ലാങ്ക് ടെസ്റ്റുകൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. അതായത് ബ്ലാങ്ക് മെസ്സേജുകൾ വാട്സപ്പിലായിരുന്നാലും ശരി മറ്റു മെസ്സഞ്ചറുകളിലായിരുന്നാലും ശരി നിങ്ങൾക്ക് ബ്ലാങ്ക് മെസ്സേജുകൾ അയച്ചു കൊടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്പർ ഓഫ് റിപ്പീറ്റേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് 1000, 5000, 10000 നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 10,000 വേൾഡുകൾ ലൈൻ ബൈ ലൈനായിട്ട് വരുമ്പോൾ എത്രത്തോളം ലെങ്ത് വരുമോ അതനുസരിച്ച് നിങ്ങൾക്ക് ബ്ലാങ്ക് മെസ്സേജുകൾ നിങ്ങൾക്ക് വാട്സപ്പിൽ മറ്റ് ഷെയർ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ വാട്സപ്പ് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ആവുന്നതായിരിക്കും. അതിനുശേഷം ആർക്കാണോ അയക്കേണ്ടത് അവർക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബ്ലാങ്ക് മെസ്സേജ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു വലിയ ലൈനിലുള്ള ബ്ലാങ്ക് മെസ്സേജാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് കുറച്ച് മുമ്പായിട്ട് ഞാൻ റിപ്പീറ്റേഷൻ ഉപയോഗിച്ച് ചെയ്തതാണ്. അതിൽ ഹായ് എന്നുള്ളത് ഒരുപാട് വന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള ബ്ലാങ്ക് മെസ്സേജുകളും അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ കൂടുതൽ
ഫീച്ചേഴ്സുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഫീച്ചേഴ്സുകൾ നിങ്ങളുടെ വാട്സപ്പിൽ ആഡ് ചെയ്യാനും മറ്റും സാധിക്കും. അപ്പോൾ വാട്സപ്പും മറ്റും ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ പ്രയോജനപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ടെക് ടീംസ്.